നമസ്കാരം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നെന്മാറയിൽ താമസിച്ചത് 1 മാസം. വ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതിയെ അറിയിക്കാതിരുന്നത് ഗുരുതര പിഴവാണ്. ഇക്കാര്യത്തിൽ നെന്മാറ SHO എം മഹേന്ദ്രസിംഹന് വീഴ്ച സംഭവിച്ചുവെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ഉത്തരമേഖല IGക്ക് നൽകിയ റിപ്പോർട്ടിലാണ് SHOയുടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നത്. കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചതറിഞ്ഞിട്ടും കോടതിയെ അറിയിക്കാത്തതിൽ SHO വലിയ വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസിനെ കബളിപ്പിച്ച് പ്രതി ചെന്താമര ഒളിവിൽ തുടരുകയാണ്. ചെന്താമരയുടെ ഫോൺ ഓണായതായി ഒടുവിൽ വിവരം കിട്ടി. കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ച് സിം ആക്റ്റീവ് ആകുകയായിരുന്നു. പ്രതി തിരുവമ്പാടിയിൽ ക്വാറിയിൽ ജോലി ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിലും സിം ഓണാക്കിയത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ എന്നും പോലീസ് സംശയിക്കുന്നു. പ്രതിയെ തിരയാൻ 125 പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സഹായത്തിന് നാട്ടുകാരുമുണ്ട്. കൊലയ്ക്ക് ശേഷം പ്രതി ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന കാട് കേന്ദ്രീകരിച്ചും ഇയാൾ പോകാൻ സാധ്യതയുള്ള തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും പാലക്കാട് ടൗണിൽ പ്രതിയെ കണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് തിരുവമ്പാടിയിൽ സിം ആക്റ്റീവായത്. പ്രതിയുടെ മൊബൈൽ ഫോണുകളിൽ ഒന്നിന്റെ സിഗ്നലാണ് തിരുവമ്പാടിയിൽ കാണിച്ചത്. പിന്നീട് ആ ഫോൺ ഓഫ് ആകുകയും ചെയ്തു. ഇതിനിടെ തുടർന്ന് ചെന്താമരയ്ക്കായി കോഴിക്കോട് ജില്ലയിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്വാറിയിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉൾപ്പെടെ വ്യാപക പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. പ്രതി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞു. പ്രതി നിരവധി സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായി വിവരമുണ്ടെന്നും എല്ലാ ഫോൺ നമ്പറുകളും ശേഖരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുകയാണെന്നും SP പറഞ്ഞു. തിരച്ചിലിനായി നാളെ കടാവർ നായ്ക്കളെ കൊണ്ടുവരും. പ്രതിക്കായി ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു. അതിനിടെ നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട്. കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് വെട്ടേറ്റിരിക്കുന്നത്. വലത് കൈ അറ്റു നീങ്ങിയിട്ടുണ്ട്. കഴുത്തിന്റെ പിറകിലെ വെട്ട് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആദ്യത്തെ വെട്ടേറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനാണ്. സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ 12 വെട്ടുകളാണുള്ളത്. ലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് അതിക്രൂരമായ ആക്രമണത്തിന്റെ മുറിവുകളാണ്. കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവുണ്ട് ഇവരുടെ ശരീരത്തിൽ. ഇതാണ് മരണത്തിന് കാരണമായത്. അതേസമയം ചെന്താമരയെക്കുറിച്ച് നാട്ടുകാർക്കുള്ള ഭീതിയെ ശരിവെക്കുന്ന വിധത്തിലാണ് വെളിപ്പെടുത്തലുകൾ. ചെന്താമരയുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ഇന്നലെ രാവിലെ ചെന്താമര കത്തിക്ക് മൂർച്ച കൂട്ടിയെന്നാണ് ബന്ധുക്കളിൽ ചിലർ വെളിപ്പെടുത്തിയത്. ചെന്താമര പക കൊണ്ട് നടക്കുകയാണെന്ന് അമ്മാവൻ നാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ദേഷ്യക്കാരനാണെന്നും പക തോന്നിയാൽ എന്തും ചെയ്യുന്ന ആളാണെന്നും നാരായണൻ പറഞ്ഞു. അയൽവാസിയായ സ്ത്രീയെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഭാര്യ വീട്ടിൽ ആരെങ്കിലും വിവാഹാലോചനയുമായി എത്തിയാലും ഭീഷണിപ്പെടുത്തുമെന്നും നാരായണൻ വെളിപ്പെടുത്തി. കല്യാണശേഷം വീട് വിട്ടിറങ്ങിയപ്പോൾ തൻ്റെ വീട്ടിലെത്തി. 4 വർഷം അമ്മാവനായ നാരായണന്റെ വീട്ടിലായിരുന്നു താമസം. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം യാതൊരു ബന്ധവുമില്ലെന്നും നാരായണൻ പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് പണം ഏറെയും ചെലവഴിക്കുന്നതെന്നും അമ്മാവൻ വെളിപ്പെടുത്തി. അമ്മയുമായി മാത്രമാണ് ചെന്താമരയ്ക്ക് ബന്ധമുണ്ടായിരുന്നതെന്നും ബന്ധുക്കളോടൊന്നും സംസാരിക്കാറില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഭക്ഷണം വീട്ടിൽ സ്വയം വെച്ച് കഴിക്കാറാണ് പതിവ്. വീട്ടിലെ എല്ലാവരും വിവാഹം ചെയ്യും മുമ്പേ കല്യാണം കഴിച്ച് വീട് വിട്ടിറങ്ങിയ ആളാണ് ചെന്താമര. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധമില്ലായിരുന്നു. അമ്മയെ കാണാൻ മാത്രമാണ് തറവാട്ടിലേക്ക് വരുന്നത്. പ്രതി തങ്ങളുടെ കുടുംബത്തിന് ഭീഷണിയാണെന്ന് ബന്ധു വ്യക്തമാക്കി. തങ്ങളെ കൊല്ലുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് വീട്ടിൽ കയറാൻ അനുവദിക്കുന്നത്. ആദ്യ കൊലപാതക ശേഷം ഒളിവിൽ പോയ ചെന്താമര തറവാട് വീട്ടിലെത്തിയത് ചോറ് എന്ന് പറഞ്ഞായിരുന്നു. വീട്ടുകാരാണ് അന്ന് പോലീസിനെ വിവരം അറിയിച്ചത്. ഭാര്യയുമായി ചെന്താമര മിക്കപ്പോഴും വഴക്കിടാറുണ്ടായിരുന്നുവെന്നും ബന്ധു വെളിപ്പെടുത്തി. ജാമ്യം ലഭിക്കാൻ ബന്ധുക്കളോ വീട്ടുകാരോ സഹായിച്ചിട്ടില്ലെന്നും പ്രതി സ്വന്തം നിലയിലാണ് അതെല്ലാം ചെയ്തതെന്നും ബന്ധു പറഞ്ഞു.